ഹായ് ഹലോ ഓൾ, HB സയൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിന്റെ ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസ് എന്ന ചാപ്റ്ററിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഫ്ലൈ വീൽ എന്ന എസ്സേ ക്വസ്റ്റൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനു മുന്നേ ഉള്ള ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസിലെ ഡെറിവേഷൻസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിലെ സെമസ്റ്റർ 1 ഫിസിക്സ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ മറക്കാതെ കാണുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ എസ്സേ ക്വസ്റ്റൻ ഭംഗിയായിട്ട് പഠിക്കാം. സോ ആദ്യം ഞാൻ എന്താണ് ഒരു ഫ്ലൈ വീൽ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഡെപ്പിക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഫ്ലൈ വീൽ എന്നുള്ളത്? സോ നമുക്ക് കാണാം, ആ പേര് പറയുന്നത് പോലെ ഇവിടെ എന്തുണ്ട്, ഒരു വീലുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വീലുണ്ട്. ഈ വീൽ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഹൊറിസോണ്ടൽ ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഞാൻ ബ്ലാക്ക് കളർ ഡോട്ട് ഇടുന്നതാണ് ഒരു ഹൊറിസോണ്ടൽ ആക്സിൽ എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ അല്ലേ? യെസ്. സോ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഡയറക്ഷനിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ വീലിനെ ഞാൻ എങ്ങോട്ട് കറക്കാൻ പോവുക? ഈ ഡയറക്ഷനിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. സോ എന്ത് സംഭവിക്കും? ഈ വീല് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീലിന്റെ കൂടെ ആര് റൊട്ടേറ്റ് ചെയ്യും? ഈ ഹൊറിസോണ്ടൽ ആക്സിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അത്രയും ക്ലിയർ അല്ലേ? യെസ്. ഇനി ഞാൻ ഈ ഹൊറിസോണ്ടൽ ആക്സിലിൽ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഇത്രയും ടേൺസ് ചുറ്റിയിട്ട് ആ ടേൺസിന്റെ ഒരറ്റത്ത് എന്ത് തൂക്കിയിട്ടുണ്ട്? ഒരു വെയിറ്റിനെ തൂക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇതിങ്ങനെ കറങ്ങുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കുമായിരിക്കും? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ റൊട്ടേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? ഇതിലെ ഓരോ ടേൺസ് ആയിട്ട് ഇങ്ങനെ അഴിയും അല്ലേ? ഓരോ ടേൺസ് ആയിട്ട് ഇങ്ങനെ റിമൂവ് ആവും. അതായത് ഒരു കറക്കം ഫുൾ കറങ്ങുമ്പോഴത്തേക്കും ഒരു റൊട്ടേഷൻ പോവും. അങ്ങനെ കറങ്ങി എന്ത് ചെയ്യും? ഓരോ കറക്കം കഴിയുമ്പോഴും ആ നൂലിങ്ങനെ അൺടൈ ആയിട്ട് വരും. അതായത് കെട്ടഴിഞ്ഞ് എന്ത് ചെയ്യും? അവസാനം എങ്ങോട്ടേക്ക് വന്ന് വീഴും? താഴേക്ക് വന്ന് വീഴും. ഇതാണ് ആക്ച്വലി ഫ്ലൈ വീൽ എന്ന ഈ എക്സ്പെരിമെന്റിൽ നടക്കുന്ന കാര്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണും. ആദ്യം ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇപ്പൊ ഈ ആരോ മാർക്കർ ഡയറക്ഷനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഓരോ ടേൺസുകളായിട്ട് ഇങ്ങനെ അഴിഞ്ഞ് എന്ത് ചെയ്യും? അവസാനം ആ വെയിറ്റ് വന്ന് എങ്ങോട്ടേക്ക് വീഴും? താഴേക്ക് വന്ന് വീഴും. ഇത്രയുമാണ് എന്തോന്ന് ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്ന കാര്യം. നമുക്കിനി എന്ത് ചെയ്യാം? ആ എക്സ്പെരിമെന്റും ഫ്ലൈ വീലിനെ പറ്റിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കുക, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഫ്ലൈ വീൽ. A flywheel is a heavy wheel which is capable of rotation about a horizontal axle mounted on a ball bearing to minimize friction. അപ്പോൾ എന്താണ് flywheel? Flywheel is a heavy wheel. ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഹെവി വീൽ മീൻസ് അതിന് എന്ത് കൂടുതൽ കാണും? മാസ് കൂടുതൽ കാണും അല്ലേ? നമ്മുടെ മാസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. Which is capable of rotation about a horizontal axle. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൊറിസോണ്ടൽ ആക്സിലിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഈ ഫ്ലൈ വീലിന് എന്ത് ചെയ്യാൻ പറ്റും? കറങ്ങാൻ വേണ്ടി പറ്റും അല്ലെ? നിയർലി, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് എ ഹെവി വീൽ എന്ന് ഞാൻ പറഞ്ഞു. നിയർലി ഹോൾ ഇറ്റ്സ് മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ഇറ്റ്സ് റിം. ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിന് ലോട്ട് ഓഫ് മാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ഹെവി വീൽ മീൻസ് അതിന് എന്തുണ്ട്? അത്യാവശ്യം നല്ലൊരു മാസ് കാണും. ഈ മാസ് എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ഇറ്റ്സ് റിം. റിം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. ആ വീലിന്റെ ഈ ഭാഗത്താണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ മാസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണേ, ഈ ഫ്ലൈ വീലിന്റെ ഈ റിമ്മിലാണ് ഒട്ടുമിക്ക എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് അതിന് എന്തെങ്കിലും ഒരു യൂസ് കാണോ? അല്ലെങ്കിൽ അങ്ങനെ ഈ റിമ്മിൽ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. എന്താണ് ആ ബെനിഫിറ്റ്? നിങ്ങൾക്ക് അറിയാം I is equal to mr square എന്ന് നിങ്ങൾക്ക് അറിയാം. I is equal to mr square. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? അപ്പോ ഇവിടെ മാസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഹെവി വീലാണ്, സോ മാസ് ഉണ്ട്. ഈ മാസ് എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സെന്ററിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് മാറിയല്ലേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ എന്ത് കൂടുതലാ? ഡിസ്റ്റൻസ് കൂടുതലല്ലേ? നിങ്ങൾക്കറിയാം I is equal to mr square ആണ്. I is equal to mr square മീൻസ് ആ ഇക്വേഷൻ എന്താ പറഞ്ഞു തരുന്നേ? ഇവിടെ I എന്ന് പറയുന്നത് ഈ മാസിനും ഡിസ്റ്റൻസിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മാസ് കൂടിയാലും മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, ഡിസ്റ്റൻസ് കൂടിയാലും മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. ഇവിടെ മാസ് കൂടുതലാണോ? കൂടുതലാണ്. എന്തുകൊണ്ട് പറയാം? ബിക്കോസ് ഇറ്റ്സ് എ ഹെവി വീൽ അല്ലേ? മാത്രമല്ല ഈ മാസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെന്റർ ഓഫ് മാസിൽ നിന്നും ഡിസ്റ്റൻസ് കൂടിയാണോ കുറഞ്ഞാണോ? റിമ്മിലാണ് മീൻസ് എന്താണ്? ഡിസ്റ്റൻസ് കൂടിയല്ലേ ഇരിക്കുന്നത്. അതായത് ഈ r ഡിസ്റ്റൻസ് കൂടുതലല്ലേ? യെസ്, കൂടുതൽ ആണ്. സോ ഇവിടെ എന്തെല്ലാം കൂടുതലാ? ഇവിടെ മാസും കൂടുതലാ, ഡിസ്റ്റൻസും കൂടുതലാ. ഇത്രയും ക്ലിയർ അല്ലേ? സോ ഇവിടെ മാസും കൂടി ഡിസ്റ്റൻസും കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? ഞാൻ പറഞ്ഞു ഈ ഐയും എമ്മും ആറും ഒക്കെ പരസ്പരം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഇവിടെ മാസും ഡിസ്റ്റൻസും കൂടിയാൽ എന്ത് സ്വാഭാവികമായിട്ട് കൂടും? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ കൂടും അല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ കൂടും. ഇനി ഇവിടെ ഈ ഫ്ലൈ വീൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ത് തരം മോഷൻ ആണ്? ഒരു റൊട്ടേഷണൽ മോഷൻ അല്ലേ? അതിന് കറങ്ങിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്.
സോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്ലൈ വീലിന് എന്ത് കൈനറ്റിക് എനർജി കാണും? എന്ത് കൈനറ്റിക് എനർജി കാണും? സ്വാഭാവികമായിട്ടും ട്രാൻസ്ലേഷനിലാണോ റൊട്ടേഷനിലാണോ? ഉറപ്പായിട്ടും റൊട്ടേഷണൽ. കാര്യം എന്താ? അത് കറങ്ങുകയല്ലേ ചെയ്യുന്നേ, ഒരു വെലോസിറ്റിയിൽ കറങ്ങുകയല്ലേ ചെയ്യുന്നേ. ഒരു വസ്തുവിന് വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് എന്ത് എനർജി പൊസസ് ചെയ്യും? കൈനറ്റിക് എനർജി ഉറപ്പായിട്ടും പൊസസ് ചെയ്യും അല്ലേ. സോ ഇവിടെ അത് എന്ത് തരം മോഷനാ കാണിക്കുന്നേ? ഇവിടെ കാണിക്കുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്. സോ അതിന് എന്തുണ്ട്? ഹിയർ ദ ഫ്ലൈ വീൽ ഹാവ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അതിന്റെ ഇക്വേഷൻ എന്തോന്നാ? ഹാഫ് I ഒമേഗ സ്ക്വയർ അല്ലേ. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി എന്നൊരു വീഡിയോ ഉണ്ട്, മറക്കാതെ കാണുക. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജികളുടെ എന്ത് കിട്ടും? ഹാഫ് I ഒമേഗ സ്ക്വയർ. നിങ്ങൾ ഇവിടെ നോക്കിയാലും മനസ്സിലാവും. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇവിടെ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നമുക്കിവിടെ എന്തറിയാം? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഓൾറെഡി ഹൈ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. സോ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്തും കൂടും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും കൂടും. അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ റിമ്മിൽ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താ? നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മോർ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കിട്ടും. എന്ത് കിട്ടും? മോർ, ധാരാളം എന്ത് കിട്ടും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കിട്ടും. ഇപ്പോൾ അതൊരു 1 വേർഡ് ക്വസ്റ്റനോ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റനോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയണം? ക്വസ്റ്റൻ ഇങ്ങനെ ആയിരിക്കും: Is there any benefit that all the mass of a flywheel is located on its rim? റിമ്മിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. എന്താ? ഡിസ്റ്റൻസ്. റിം എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് മാറിയായിരിക്കുന്നത് അല്ലെ. റിം എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്നും അത്യാവശ്യം ഡിസ്റ്റൻസ് മാറിയായിരിക്കുന്നത്. ഡിസ്റ്റൻസ് കൂടിയാൽ എന്ത് കൂടും? മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഇത്ര ഓക്കെ അല്ലേ? ഞാൻ ഇനി ആ ഫ്ലൈ വീൽ എന്ന ഫിഗറിനെ ഇത്രയും വൃത്തികേടാക്കുന്നില്ല, അത് ഞാൻ മായ്ക്കുവാണ്. കാര്യം മനസ്സിലായി കാണുമല്ലോ. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഇവിടെ എഴുതാം. when wheel start rotating, എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞു. ഈ ആക്സിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഓരോ ടേൺസ്, ഇവിടെ ഇത്രയും ടേൺസ് ഉണ്ടല്ലോ, ഇത്രയും ടേൺസ് ഉണ്ടല്ലേ, ഇത്രയും ടേൺസ് ഞാൻ ക്യാപിറ്റൽ N എടുത്തു. ക്യാപിറ്റൽ N അതിപ്പോൾ എടുക്കണ്ട, വഴിയെ പറയാം. when the wheel start rotating, ഈ വെയിറ്റ് എന്ത് ചെയ്യും? വെയിറ്റ് താഴേക്ക് വരും അല്ലേ. നിങ്ങൾ ആലോചിക്കണം, ഇത് ഗ്രൗണ്ടിൽ നിന്നും h ഹൈറ്റ് മാറിയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഇതാണ് ഗ്രൗണ്ട്. ഞാൻ ഗ്രൗണ്ടിനെ വേറൊരു കളറിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഇതാണ് ഗ്രൗണ്ട്. ഈ കളർ കാണാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നും ഈ ഹൊറിസോണ്ടൽ ആക്സിൽ എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കുന്നത്? h ഡിസ്റ്റൻസ് മാറിയായിരിക്കുന്നത്. h കാണാമല്ലോ നിങ്ങൾക്ക്. when the wheel start rotating, wheel rotate ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? the weight starts travel vertically. എങ്ങോട്ടായിരിക്കും? ഈ വെയിറ്റ് താഴേക്കല്ലേ വരിക. ഓരോ ടേണുകളായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ടേണുകൾ അഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ വെയിറ്റ് എങ്ങോട്ടേക്ക് വരും? താഴേക്കല്ലേ വരത്തുള്ളൂ അല്ലേ. കാര്യം എന്തുണ്ടാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടല്ലേ. ദാറ്റ് ഈസ് ദ വെയിറ്റ് സ്റ്റാർട്ട്സ് ട്രാവൽ വെർട്ടിക്കലി ഡൗൺ ടു എ ഹൈറ്റ് ഓഫ്, എത്ര ഹൈറ്റ് താഴേക്ക് ട്രാവൽ ചെയ്യും? h. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾ ആലോചിക്കണേ, ഇതൊരു h ഹൈറ്റ്, ഇതിനൊരു മാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാസ് ഉണ്ട്. ഇനി ഇവിടെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക മീൻസ് ഇതിന് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി ആക്സിലറേഷൻ എത്ര ആയിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും അല്ലേ. ഇവിടെ ഈ മാസിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ അതിന് എന്ത് കിട്ടും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടത്തില്ലേ? എത്ര കിട്ടും? g കിട്ടും അല്ലേ.
ഇത്രയും ഹൈറ്റ് മേലെ ആദ്യം ഇരുന്നത്, വിച്ച് മീൻസ് ആദ്യം ഇതിന് എന്ത് എനർജി ഉണ്ടായിരുന്നു? ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന ഓബ്ജക്റ്റ്, ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഓബ്ജക്റ്റിന് എന്ത് എനർജിയാ ഉള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ദ എനർജി പൊസസ്ഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ. എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ആദ്യം ഇതൊരു h ഹൈറ്റ് മുകളിലായിരിക്കുന്നത് അല്ലേ, സോ ആദ്യം എന്ത് എനർജി ഉണ്ടായിരുന്നായിരിക്കും? ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അതിന്റെ വാല്യൂ എന്താ നമുക്കറിയാം. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? ദാറ്റ് ഈസ് U ഈക്വൽ ടു എന്താ? mgh. ഈ പൊട്ടൻഷ്യൽ എനർജി പൊസസ് ചെയ്തിരുന്ന ഈ മാസ് അല്ലേ താഴേക്ക് വരുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞു വരത്തില്ലേ അല്ലെ. ഈ മാസ് താഴേക്ക് വരുമ്പോൾ അവിടെ എന്ത് കുറയും? ഹൈറ്റ് കുറഞ്ഞു വന്നല്ലേ. ഇത്രയാണ് h ഹൈറ്റ്. സോ ഇത് താഴേക്ക് വരുമ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞു എന്ത് ചെയ്യും? അവസാനം ഗ്രൗണ്ടിലേക്ക് വരും അല്ലെ. സോ അതായത് ഹൈറ്റ് മാക്സിമത്തിൽ നിന്നും കുറഞ്ഞ് 0 വരെ എത്തും. അതായത് എന്ത് കുറയും? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? ഇവിടെ ലോസ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഹിയർ. ഞാൻ ഇവിടെ എഴുതുവാണേ, സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് താഴേക്ക് ഇങ്ങനെ നീക്കി എഴുതുക. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഹിയർ വിൽ ലൂസ്, കുറയും. ഏതൊക്കെ എനർജിയുടെ ഫോമിലാണ് അത് ലൂസ് ആവുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇതിങ്ങനെ ലൂസ് ആവുകയല്ല, ലോസ് ആവും. ഏതൊക്കെ ഫോമിലാ അത് ലോസ് ആവുന്നത്? ഈ പൊട്ടൻഷ്യൽ എനർജി എന്തിന്റെയൊക്കെ ഫോമിൽ ലോസ് ആവുമായിരിക്കും? ദാറ്റ് ഈസ് അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാൻ പോവാ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, the potential energy lost is converted, അല്ലെങ്കിൽ ലോസ്റ്റ് ആവുക മീൻസ് അർത്ഥം എന്താ? അത് വേറൊരു ഫോമിലേക്ക്. കാരണം നമുക്കറിയാം എനർജി ഈസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് അല്ലേ. അതായത് ഒരു എനർജി എന്ത് ചെയ്യണം? അത് നശിച്ചു പോകാൻ പാടില്ല. എന്ത് ചെയ്യും? വേറൊരു ഫോമിലോട്ട് മാറും അല്ലേ. സോ ദ പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് ഈസ് കൺവേർട്ടഡ് ടു നോക്കുക. വീണ്ടും ഞാൻ ഇവിടുത്തെ ഫിഗറിലേക്ക് വരുവാണേ. ദാ ഇവിടെ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്തു അല്ലേ. ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നോണ്ടല്ലേ ഇത് താഴേക്ക് വന്നത്. താഴേക്ക് വരിക മീൻസ് ഈ മാസ് എങ്ങോട്ടേക്ക് വരുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തല്ലേ ട്രാവൽ ചെയ്തത്. ഈ മാസ് താഴേക്ക് വരിക മീൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തല്ലേ ട്രാവൽ ചെയ്തത്. സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ട്രാവൽ ചെയ്യുക മീൻസ് അത് എന്ത് തരം മോഷനാ? ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ കിട്ടിക്കാണത്തില്ലേ. സോ ഈ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ മാസിന് ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട് മീൻസ് അതായത് അത് അവിടെ എന്ത് കൈനറ്റിക് എനർജി പൊസസ് ചെയ്യും? ദാറ്റ് ഈസ് some part of the potential energy lost is converted into the translational kinetic energy. Translational kinetic energy of the mass. Plus ഇനി ഇവിടെ ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമല്ലേ. ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈ വീലിന് എന്ത് കൈനറ്റിക് എനർജിയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഫ്ലൈ വീലിന് എന്ത് കൈനറ്റിക് എനർജി ഉണ്ട്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓൾറെഡി ഉണ്ട് അല്ലേ. സോ കുറച്ച് ഫോം എങ്ങനെ കൺവേർട്ട് ആയി കാണും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ആരെ? മാസിന്റെ ആണോ? അല്ല. ഇവിടെ കറങ്ങുന്നത് ആരാണ്? മാസാണ് കറങ്ങുന്നത്? അല്ല, ഇവിടെ ഈ ഫ്ലൈ വീലാ കറങ്ങുന്നത് അല്ലേ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൈ വീൽ. പ്ലസ് ഇനി ഇവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ ഇവിടെ എന്തുണ്ട്? ഇവിടെ കുറച്ച് ഫോം ഓഫ് അല്ലെങ്കിൽ കുറച്ച് വർക്ക് ഡൺ. എന്തിനു വേണ്ടിയാ ഉപയോഗിച്ചത്? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ എന്ത് ചെയ്തത്? കുറച്ച് എനർജി ലൂസ് ചെയ്തത്. സോ സം ഫോർ റെഡ്യൂസിങ് ദ ഫ്രിക്ഷൻ അല്ലെങ്കിൽ വർക്ക് എഗൈൻസ്റ്റ് റെഡ്യൂസിങ് ദ, അങ്ങനെ എഴുതിക്കോ, വർക്ക് എഗൈൻസ്റ്റ് reducing the friction. സോ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തൊക്കെ ഫോമിലാണ് ലോസ് ആയി പോയത്? ലോസ്റ്റ് ആയിട്ട് പോയത്? ഒന്ന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ മാസ്. ആ ഓബ്ജക്റ്റിനെ താഴേക്ക് വരുമ്പോൾ ഒരു ലീനിയർ പാത്താണ് ട്രാവൽ ചെയ്തത്. സോ അതിന്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് കുറച്ച് മാറി. കുറച്ച് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീൽ. പിന്നെന്താ? കുറച്ച് ദ വർക്ക് ഡൺ അഗൈൻസ്റ്റ് റെഡ്യൂസിങ് ദ ഫ്രിക്ഷൻ. ഇത്ര ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇനി അറിയാം the kinetic energy of translation എന്താ? the kinetic energy of translation എന്താ? the kinetic energy of translational motion equation എന്താ?
നിങ്ങൾക്കറിയാം അത് ഹാഫ് എം വി സ്ക്വയർ ആണല്ലേ, ഹാഫ് എം വി സ്ക്വയർ. ഇനി ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തോന്നാ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തോന്നാ? ഇറ്റ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കണേ, ആദ്യം ഇത് ഒരു ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് റൊട്ടേഷൻസ് നടത്തിയെന്ന് വിചാരിക്കും. അതായത് അത് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഫ്ലൈ വീൽ എത്ര റൊട്ടേഷൻ കറങ്ങി, ഈ മുഴുവൻ ഈ ത്രെഡും താഴേക്ക് വീഴാൻ വേണ്ടി ഇത് എൻ നമ്പർ ഓഫ് ടേൺസ് കറങ്ങി എന്ന് എഴുതിക്കോ. ദാറ്റ് ഈസ് എൻ നമ്പർ ഓഫ് ടേൺസ്, എൻ നമ്പർ ഓഫ് റൊട്ടേഷൻ എടുക്കാം, എൻ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് flywheel before the cord leaves the axle. അതായത് ആ കയർ, കോഡ് മീൻസ് ആ കയർ അല്ലെങ്കിൽ ആ കെട്ട്, ആ ത്രെഡ്, അത് എല്ലാ ചുറ്റുകളും അഴിഞ്ഞ് ആ കോഡ് ആ ആക്സിൽ ലീവ് ചെയ്യുന്നത് വരെ ഫ്ലൈ വീൽ എത്ര റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്തു? ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്തു. കോഡ് ലീവ്സ് ദി ആക്സിൽ. ക്ലിയർ അല്ലേ? That is the work done എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ എഗൈൻസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, വർക്ക് ഡൺ എഗൈൻസ്റ്റ് ദ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആലോചിച്ചാൽ മതി, എത്ര വട്ടം കറങ്ങി? എൻ കറങ്ങി അല്ലേ. ദാറ്റ് ഈസ് എൻ ഇൻറ്റു വർക്ക് ഡൺ, ദാറ്റ് ഈസ് എൻ ഡബ്ല്യു. എൻ ഡബ്ല്യു ആണ് എന്തോന്ന്? ക്യാപിറ്റൽ എൻ ഡബ്ല്യു ആണ് ദ വർക്ക് ഡൺ എഗൈൻസ്റ്റ് ഫ്രിക്ഷൻ. ഇനി നമുക്ക് അവിടെ വാല്യൂ പുട്ട് ചെയ്യാമല്ലോ. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്തോന്നാ? എം ജി എച്ച് അല്ലേ, എം ജി എച്ച്. ഈ എം ജി എച്ച് എന്തിന്റെ ഫോമിലൊക്കെ കൺവേർട്ട് ആയി? ഫസ്റ്റ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ മാസ്. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി? ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം വി സ്ക്വയർ പ്ലസ് some part is converted into rotational kinetic energy of flywheel, that is half I omega square, and some part is the work done against reducing the friction. അതായത് n ക്യാപിറ്റൽ എൻ ഡബ്ല്യു. ക്യാപിറ്റൽ എൻ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ n1 എന്നൊക്കെ ഉപയോഗിക്കുക. നമ്മുടെ ഞാൻ ഇവിടെ എന്താ ഉപയോഗിച്ചത്? ക്യാപിറ്റൽ എൻ ഡബ്ല്യു. വാട്ട് ഈസ് ക്യാപിറ്റൽ എൻ? ദ നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഫ്ലൈ വീൽ ബിഫോർ ദ കോഡ് ലീവ്സ് ദ ആക്സിൽ. ആ ആക്സിൽ നിന്നും ആ നൂല് താഴേക്ക് വീഴുന്നത് വരെ ആ ഫ്ലൈ വീൽ എത്ര വട്ടം കറങ്ങി, അതാണ് ക്യാപിറ്റൽ എൻ ഡബ്ല്യു. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്തറിയാം? വി ഹാവ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി? That is v equal to r omega അല്ലേ, v equal to r omega. So ഇവിടെ ഇക്വേഷൻ ഇവിടെ ഇനി v ക്ക് എന്ത് കൊടുക്കാം? r omega കൊടുക്കാം. That is mgh is equal to half m into v ക്ക് വരെ ഞാൻ എന്ത് കൊടുക്കണം? r omega കൊടുക്കണം, r omega square plus half I omega square plus nw. That is mgh is equal to half m, what is r omega the whole square? That is r square omega square, r square omega square plus half I omega square plus nw. ഇത്ര ഇക്വേഷൻ നമ്പർ 1 ആയിട്ടിരിക്കട്ടെ. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? നൗ ഇനി നിങ്ങൾ വീണ്ടും ആലോചിക്കുക, ഇത് എങ്ങോട്ടേക്ക് വന്ന് വീഴും? ഞാൻ പറഞ്ഞു എല്ലാ റൊട്ടേഷനും കഴിഞ്ഞ് ഇത് എങ്ങോട്ടേക്ക് വന്ന് വീഴും കേട്ടോ? ഇത് താഴേക്ക് വന്ന് വീഴും അല്ലേ? ഈ മാസ് എന്ത് ചെയ്യും? താഴേക്ക് വന്ന് വീഴും. ഈ മാസ് താഴേക്ക് വന്ന് വീണ ഉടനെ ഇതിന്റെ റൊട്ടേഷൻ നിൽക്കുവോ? ഇല്ല, അത് കറങ്ങിക്കൊണ്ടിരിക്കുവാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ മാസ് അല്ലെങ്കിൽ ഈ കോഡ് മുഴുവനും ഡിറ്റാച്ച് ചെയ്ത്, ഈ ആക്സിലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് താഴെ വീണാലും എന്ത് ചെയ്യും? ഇത് വീണ്ടും കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതുവാണ്, when the mass gets detached from the axle, the flywheel keeps rotating. വീണ്ടും എന്ത് ചെയ്യും? അത് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ അല്ലെങ്കിൽ പതിയെ എന്ത് സംഭവിക്കും? ആ റൊട്ടേഷൻ ഇവിടെ ഇത്രയും ഞാൻ റബ്ബ് ചെയ്യുവാണ്, കാരണം നിങ്ങൾ ഇത് ഓൾറെഡി എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോയെ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക. ഇത് റബ്ബ് ചെയ്യുവാണേ.
when the mass gets detached from the axle, ഞാൻ ബാക്കി ഇവിടെ എഴുതുവാണേ, from the axle the flywheel keeps rotating, but അത് വീണ്ടും കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കത്തില്ലല്ലോ, അവിടുത്തെ ഫ്രിക്ഷൻ കാരണം, ഇത് കുറച്ച് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും, എന്തായാലും കുറച്ച് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും, ഈ കോഡ് ആ ആക്സിലിൽ നിന്ന് മാറി താഴേക്ക് വന്ന് വീണ ശേഷം എന്ത് ചെയ്യും, ഈ ഫ്ലൈവീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ കുറച്ച് റൊട്ടേഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് കംസ് ടു റെസ്റ്റ്. ഈ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും, അത് വീണ്ടും റെസ്റ്റിലേക്ക് വന്ന് നിൽക്കും. അതായത് ഇവിടെ പറയാം, when the mass gets detached from the axle the flywheel keeps rotating, the flywheel keeps rotating, slowly comes to rest, slowly comes to rest. എന്ത് കാരണം റെസ്റ്റ് ആവുന്നേ, ഡ്യൂ ടു ഫ്രിക്ഷൻ. അവിടെ ഫ്രിക്ഷനെതിരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മുഴുവൻ ഫ്രിക്ഷൻ എന്ത് ചെയ്യത്തില്ല, നശിച്ചു പോകത്തില്ല. ഒരു കുറച്ച് ഫ്രിക്ഷൻ എന്ത് ചെയ്യും, അവിടെ ആ ഫ്ലൈവീലിൽ തന്നെ കാണും. ആ ഫ്രിക്ഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ കോഡ് താഴേക്ക് വന്നതിന് ശേഷവും എന്ത് ചെയ്യുന്നത്, അത് കറങ്ങുന്നു. പക്ഷെ ആ കറക്കം എന്ത് ചെയ്യുന്നു, ആ റിമൈനിങ് ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. ദാറ്റ് ഈസ് സ്ലോലി കംസ് ടു റെസ്റ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി ഈ കോഡ് താഴേക്ക് വീണതിന് ശേഷം, ഇത് താഴേക്ക് വന്ന് വീണതിന് ശേഷം ഇത് സ്മോൾ n നമ്പർ ഓഫ് റൊട്ടേഷൻ കറങ്ങിയെന്ന് വിചാരിക്കും. അതായത് എപ്പോഴാണ് ഇത് താഴേക്ക് വന്ന് വീഴുന്നത്, ആ താഴെ വീഴുന്നതിന് ശേഷം ഇത് സ്മോൾ n നമ്പർ ഓഫ് റൊട്ടേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫ്രിക്ഷൻ കാരണം സ്റ്റോപ്പായി. കണ്ടോ, വീണ്ടും പഴയ സ്ഥിതി എത്തിയില്ലേ അല്ലെ, വീണ്ടും പഴയ സ്ഥിതി എത്തിയില്ലേ. യെസ്, ഒന്നുകൂടെ പറയാം. ആദ്യം ഇവിടെ ആ പെഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പെഗ് മീൻസ് ഈ വെയിറ്റ് അവിടെ ആദ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഞാൻ ഈ കയറിലുള്ള അല്ലെങ്കിൽ ഈ കോഡ് കെട്ടിയിട്ടുള്ള ഈ വെയിറ്റ് ഉണ്ടായിരുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുക, ഇറ്റ് ഈസ് കീപ് റൊട്ടേറ്റിംഗ്. വീണ്ടും n റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ മാസ് താഴേക്ക് വീഴും. ആ മാസ് താഴേക്ക് വീണ ശേഷം അത് എത്ര ഇത് കറങ്ങുന്നുണ്ട്, റൊട്ടേഷൻ n നമ്പർ ഓഫ് റൊട്ടേഷൻസ് കറങ്ങുന്നുണ്ട്. ക്ലിയർ അല്ലേ, ആ മാസ് താഴേക്ക് വീണ ശേഷം ഇത് സ്മോൾ n നമ്പർ ഓഫ് റൊട്ടേഷൻസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, സ്ലോലി കംസ് ടു റെസ്റ്റ് ആൻഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ അത് എന്ത് ചെയ്യുന്നു, അത് കംസ് ടു റെസ്റ്റ് ആവുന്നു. ആൻഡ് ഇറ്റ് after the cord detached from the axle it makes small n number of rotation and came to rest. ക്ലിയർ അല്ലേ, ഈ കോഡ് ആക്സിലിൽ നിന്ന് താഴെ ഡിറ്റാച്ച് ചെയ്തതിനു ശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് കറങ്ങുന്നുണ്ട് അല്ലേ. കറങ്ങുന്നു മീൻസ് അതിനവിടെ അപ്പോഴും ആ വീലിന് അവിടെ എന്ത് കാണും, ഇറ്റ് ഹാസ് എന്തുണ്ട്, ഒരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. ഇറ്റ് ഹാസ് എ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. ഈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അവിടെ എന്തിനാ യൂസ് ആയത്, അവിടത്തെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ അല്ലേ. ദാറ്റ് ഈസ് work done against the friction. അതുകൊണ്ടല്ലേ ആഫ്റ്റർ n റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് റെസ്റ്റിലായത് അല്ലേ. നമുക്ക് എന്ത് പറയാം, അവിടുത്തെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തത്, അവിടുത്തെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഫോർ reducing the friction, എത്ര ടേൺസ്, സ്മോൾ n number of turns അത് റൊട്ടേറ്റ് ചെയ്തു to do the work for reducing the friction, that is NW. ക്ലിയർ അല്ലേ, ഇത്ര ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു NW. അതിൽ നിന്ന് നമുക്ക് W ഈക്വൽ ടു എന്ത് പറയാം, അതിൽ നിന്ന് W ദിസ് വർക്ക് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, ഈ n ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ബൈ n എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ, ഇത്ര ഓക്കെ അല്ലേ. ഞാൻ ഇനി ഈ സൈഡിലേക്കുള്ളതെല്ലാം റബ്ബ് ചെയ്യുവാണ്, എഴുതി കഴിഞ്ഞ് വിശ്വസിക്കുന്നു.
നമുക്ക് എന്ത് കിട്ടി? ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടി? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ബൈ എൻ എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 എന്താ പറയുന്നത്? ഇക്വേഷൻ നമ്പർ 1 gives that എന്താ പറയുന്നത്? mgh is equal to half mr square omega square plus half I omega square plus capital N W. നമുക്കിവിടെ ഡബ്ല്യൂൻ്റെ വാല്യൂ എന്ത് കിട്ടി? ഡബ്ല്യൂവിൻ്റെ വാല്യൂ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എണ്ണം കിട്ടി അല്ലേ? സോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ നമ്പർ 2, putting the value of equation number 2 in equation number 1. അതായത് ഇവിടെ കിട്ടിയ ഈ ഡബ്ല്യൂവിൻ്റെ വാല്യൂ ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുക? ഇവിടെ ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുക. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഡബ്ല്യൂ ആണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഡബ്ല്യൂവിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇവിടെ പുട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്ത് കിട്ടും? mgh is equal to half mr square omega square plus half I omega square plus n അവിടെ ഉണ്ടായിരുന്നു. ഇനി വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് w? ഇറ്റ് ഈസ് ഹാഫ് I omega square by n. ക്ലിയർ അല്ലേ? ഇത് എങ്ങനെ എഴുതാം? mgh is equal to half mr square omega square plus half I omega square plus ഈ ഹാഫിനെ ആദ്യം എഴുതി half ഈ ക്യാപിറ്റൽ n by n I omega square എന്ന് പറഞ്ഞുകൂടെ എനിക്ക് അല്ലേ? ഞാൻ ആദ്യം ഈ എന്നിനെയും ഈ ക്യാപിറ്റൽ എന്നിനെയും ആ ക്യാപിറ്റൽ ഞാൻ നേരെ എഴുതാം. എനി കൺഫ്യൂഷൻ. ക്യാപിറ്റൽ N ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ ബൈ സ്മോൾ n. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഹാഫ് ഞാൻ ആദ്യമേ എഴുതി, എന്നിട്ട് n by n ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ആദ്യം ഞാൻ ഹാഫ് എഴുതി, n by n ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എല്ലായിടത്തും ഹാഫ് ഉണ്ടല്ലോ, ഞാൻ ഹാഫിനെ മാത്രം കോമൺ ആക്കി എടുക്കുന്നു. ദാറ്റ് ഈസ് mgh is equal to ഹാഫ് എടുത്തു. അപ്പോൾ എന്ത് വരും? ഇനി ഇവിടെ mr സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും, mr സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇവിടെ ഐ ഒമേഗ സ്ക്വയർ വരും. ഇവിടെ എന്ത് വരും? n by n ഐ ഒമേഗ സ്ക്വയർ വരും അല്ലേ? ഈ 2നെ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാലോ എങ്ങനെ മാറും? ഞാൻ ഈ 2നെ ഈ 1/2 2നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായിട്ട് മാറും? ഈ ഡിവൈഡ് ബൈ 2 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു 2 ആയിട്ട് മാറും അല്ലേ? സോ ആ 2 ഇവിടേക്ക് വരും. ദാറ്റ് ഈസ് 2mgh. 2mgh ഈക്വൽ ടു എന്ത് പറയാം? mr സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ n by n ഐ ഒമേഗ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ 2mgh ഈ mr സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈ പ്ലസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാലോ മൈനസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നാവത്തില്ലേ? ഇവിടെ എന്ത് കിട്ടും? ഇവിടെ റിമൈനിങ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ n by n ഐ ഒമേഗ സ്ക്വയർ അല്ലേ? യെസ്, ദാറ്റ് ഈസ് 2mgh മൈനസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ രണ്ടിടത്തും ഐ ഒമേഗ സ്ക്വയർ കോമൺ ആണ്. സോ ഐ ഒമേഗ സ്ക്വയർ ഇവിടെ എന്ത് വരും? ഇവിടെ ഇനി ഐ ഒമേഗ സ്ക്വയർ കോമൺ ആക്കി എടുത്താൽ ഇവിടെ 1 മാത്രം റിമൈനിങ് ആണ്. 1 പ്ലസ് ഇവിടെ ഇനി ഇവിടെയും ഐ ഒമേഗ സ്ക്വയർ എടുത്തു, ബാക്കി എന്ത് റിമൈനിങ് വരും? ക്യാപിറ്റൽ n ബൈ സ്മോൾ n അല്ലേ? സോ ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് ദ വാല്യൂ ഓഫ് ഐ ഈസ് ഈക്വൽ ടു വാട്ട്? ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 2mgh മൈനസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ക്യാപിറ്റൽ n ബൈ സ്മോൾ n. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഐൻ്റെ വാല്യൂ. ഇറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ ആൻസർ. നമുക്കിവിടെ ഇപ്പോൾ എന്ത് കിട്ടി? ഐൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2mgh മൈനസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ക്യാപിറ്റൽ n ബൈ n. ഇത്രയും ക്ലിയർ അല്ലേ?
ഇത്രയും കിട്ടിയ ക്ലിയർ അല്ലേ? ഞാൻ വൺ മോർ ടൈം എഴുതരാം. ഐ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ പറയാം. ഇപ്പോൾ കിട്ടിയ എന്താ കിട്ടിയേ? ഐ ഇസ് ഈക്വൽ ടു 2mgh മൈനസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ക്യാപിറ്റൽ N ബൈ സ്മോൾ n. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ദി ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ ഫ്ലൈ വീൽ, angular velocity of the flywheel, flywheel ന്റെ angular velocity of the flywheel is omega അല്ലേ? ഇനി എപ്പോഴാണോ കോഡ് ആ ആക്സിൽ ലീവ് ചെയ്ത് താഴേക്ക് വരുന്നത്, അതായത് when the chord leaves the axle, when the chord leaves the axle, എന്ത് സംഭവിക്കും? ഡ്യൂ ടു ഫ്രിക്ഷൻ it comes to rest. എത്ര റൊട്ടേഷൻ, അതായത് ഈ കോഡ് താഴേക്ക് വീണതിന് ശേഷവും ഞാൻ പറഞ്ഞു എത്ര വട്ടം അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യും? comes to rest after making എത്ര റൊട്ടേഷൻ? after making small n rotation. ഈ വീഴുന്നതിന് മുന്നേ റൊട്ടേഷൻ ക്യാപിറ്റൽ N, ഇത് വീഴുന്നതിന് ശേഷമുള്ള ഫ്ലൈവീൽ റൊട്ടേഷൻ സ്മോൾ n. ഇത്രയും മാത്രം മനസ്സിരുന്നാൽ മതി. n റൊട്ടേഷൻസ്. ഇനി ഈ സ്മോൾ n റൊട്ടേഷൻസ് എടുക്കാൻ വേണ്ടിയുള്ള സമയത്തിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിചാരിക്കും. ഇൻ എ ടൈം, ഈ സ്മോൾ n റൊട്ടേഷൻ എടുക്കാനുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ മെഷർ ചെയ്യുന്ന വിചാരിക്കും. ഇൻ എ ടൈം സ്മോൾ t. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇവിടുത്തെ മോഷൻ യൂണിഫോം ആണ്, യാതൊരു മാറ്റം കാണത്തില്ല. സോ ഫോർ യൂണിഫോം മോഷൻ, നമുക്ക് എന്ത് പറയാം? സോ ഫോർ യൂണിഫോം മോഷൻ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ during this time ആംഗുലാർ വെലോസിറ്റി എവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ചെയ്യും? ആദ്യം ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയെ കറങ്ങി അത് എന്ത് ചെയ്യും? അത് കറങ്ങി അവസാനം ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും? അത് കം ടു റെസ്റ്റ് ആവും. സീറോ ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ നിന്നും സീറോ വെലോസിറ്റി ആയിട്ട് മാറും അല്ലേ? ദാറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഹോൾ റൊട്ടേഷൻ. നമുക്ക് എന്ത് പറയാം? ആവറേജ്. യൂണിഫോം മോഷൻ ആണ്. സോ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് വെലോസിറ്റി ഒമേഗ ആയിരുന്നു, പ്ലസ് രണ്ടാമത്തെ വെലോസിറ്റി 0 ഡിവൈഡ് ബൈ 2. അതല്ലേ ആവറേജ് എന്ന് പറയുന്നത്? നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ബൈ 2 എന്ന് കിട്ടും അല്ലേ? ഞാൻ എങ്ങനെ എടുത്തേ? ആവറേജ് വെലോസിറ്റി മീൻസ് ആദ്യത്തെ വെലോസിറ്റി ഒമേഗ പ്ലസ് ലാസ്റ്റ് 0 അല്ലേ ആയത്. സോ ഒമേഗ പ്ലസ് 0 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഒമേഗ ബൈ 2. ക്ലിയർ അല്ലേ? പക്ഷേ but the average angular velocity is equal to എന്തായിരിക്കും? നമുക്കറിയാം വാട്ട് ഈസ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവർ ഡിവൈഡ് ബൈ ടൈം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം അല്ലേ? സോ ഇവിടെ എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്തായിരിക്കും? ഈക്വൽ ടു നിങ്ങൾക്ക് 2πn എന്ന് പറയുന്ന റൊട്ടേഷൻ എന്ത് ചെയ്തായിരിക്കും? അത് മുഴുവൻ കവർ ചെയ്തായിരിക്കും ഇൻ ദ ടൈം സ്മോൾ t അല്ലേ? ആഫ്റ്റർ ഞാൻ പറഞ്ഞു ഈ കോഡ് എപ്പോഴാണോ ആ ആക്സിൽ ലീവ് ചെയ്യുന്നത് അത് എത്ര വട്ടം കറങ്ങി? സ്മോൾ n വട്ടം കറങ്ങി. ഈ ആക്സിൽ വീഴുന്നത് വരെ എത്ര വട്ടം കറങ്ങി? ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടൈംസ് അത് റൊട്ടേറ്റ് ചെയ്തു. ഇതിനു ശേഷം സ്മോൾ n, അതായത് അവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 2πn ആയിരിക്കത്തില്ലേ? 2πn ഡിവൈഡഡ് ബൈ ദ ടൈം t. 2πn ബൈ t ആയിരിക്കും തോന്നുന്ന അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി. പക്ഷെ നമുക്ക് എന്താണ് കിട്ടിയത്? ഇവിടുത്തെ നോട്ട് ആംഗുലാർ വെലോസിറ്റി, ആവറേജ് ആംഗുലാർ വെലോസിറ്റി. ഇവിടുത്തെ ആവറേജ് ആംഗുലാർ വെലോസിറ്റി നമുക്ക് എന്താണ് കിട്ടിയത്? ഒമേഗ ബൈ 2 എന്നാ. ബട്ട് ആക്ച്വലി എന്തോന്നാ അത്? 2πn ബൈ t ആ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെ ഇക്വേറ്റ് ചെയ്തൂടെ? ദാറ്റ് ഈസ് ഒമേഗ ബൈ 2 is equal to
2 pi n by t എന്ന് കിട്ടും അല്ലേ. അതിൽ നിന്ന് ഒമേഗ ഈക്വൽ ടു എന്ത് പറയാം, ഒമേഗ ഇസ് ഈക്വൽ ടു 4 pi n ഡിവൈഡഡ് ബൈ ടി. ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിചാരിക്കും. ഇക്വേഷൻ നമ്പർ 4 എന്ന് വിചാരിക്കും. ഇനി നമുക്ക് അല്പം നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, ഈ ഇക്വേഷൻ നമ്പർ 3 എടുക്കുക. ഓക്കെ അല്ലേ. നമുക്കിപ്പോൾ എന്തിന്റെ വാല്യൂ കിട്ടി, ഒമേഗയുടെ വാല്യൂ കിട്ടി അല്ലേ. അടുത്ത് ഇനി ഒരു പേജ് ഉണ്ടോ നോക്കട്ടെ. ഇല്ല, അടുത്ത പേജ് ഇല്ല. സോ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ റബ്ബ് ചെയ്യുവാണേ. ഞാൻ ഇതിനെ റബ്ബ് ചെയ്തിട്ട് ബാക്കി ഒരു സൈഡിൽ എഴുതുക. ഈ ഒമേഗയുടെ വാല്യൂ എവിടെ കൊടുക്കാൻ വേണ്ടി പോവുക, ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാൻ പോവുക. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 3 implies, നമുക്ക് ഓൾറെഡി എന്തറിയാം, ഐ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പറ, ഐ ഈസ് ഈക്വൽ ടു 2mgh മൈനസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ക്യാപിറ്റൽ n ബൈ n. ഇനി ഇവിടെ കുറച്ച് അറേഞ്ച്മെന്റ് വരുത്താം, ചെറിയ ചെറിയ അറേഞ്ച്മെന്റ് ചെയ്യാം. ഞാൻ ഈ ന്യൂമറേറ്ററിൽ നിന്നും ഒരു എം ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ കോമൺ ആക്കി എടുത്തു. സോ ഈ ഫസ്റ്റ് ടൈമിൽ എന്ത് വരും, ഇവിടെ എം ഉണ്ടായിരുന്നു അല്ലേ, ആ എമ്മിനെ കോമൺ, പക്ഷെ ഇവിടെ എന്തില്ല, ഒമേഗ സ്ക്വയർ അവിടെ ഇല്ല. സോ എന്ത് ചെയ്യണം, ബാക്കി റിമൈനിങ് ഇവിടെ എന്താ ഉള്ളത്, റിമൈനിങ് എം എടുത്തു, ഞാൻ കോമൺ ആക്കി പുറമെ എടുത്തു. ബാക്കി എന്താ, 2 ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് 2gh അകത്തുണ്ട്, പക്ഷെ എന്ത് മിസ്സിംഗ് ആ, ഇവിടെ എന്തില്ല, ഒമേഗ സ്ക്വയർ ഇല്ല. സോ എന്ത് ചെയ്യണം, ഒരു ഒമേഗ സ്ക്വയറിന് ഇവിടെ ഡിവൈഡ് ചെയ്യണം. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ, ഇതും ടാലി ആവത്തുള്ളൂ. സോ ക്യാൻസൽ ആവത്തുള്ളൂ. ദാറ്റ് നോക്കുക, ഇവിടെ 2mgh മൈനസ് mr സ്ക്വയർ ഒമേഗ സ്ക്വയർ ആയിരുന്നു. ഞാൻ എന്താ ചെയ്തേ, ഈ രണ്ട് ടേമിൽ നിന്നും ഒരു എം ഒമേഗ സ്ക്വയർ കോമൺ ആക്കി പുറമെ എടുത്തു. അതായത് ഇവിടെ എം ഉണ്ടായിരുന്നു, ആ എം ഇവിടെ എടുത്തല്ല, പക്ഷെ ഇവിടെ എന്തില്ല, ഈ ടേമിൽ അത് ഒമേഗ സ്ക്വയർ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒമേഗ സ്ക്വയർ ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. മൈനസ്, പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഈ പറഞ്ഞ എം ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട് അല്ലേ. സോ അത് പുറമെ എടുത്തു, ബാക്കി ആര് മാത്രമേ ഉള്ളൂ, ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ എന്തുണ്ട്, ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ 1 പ്ലസ് ക്യാപിറ്റൽ n ബൈ സ്മോൾ n. ഇവിടുത്തെ ഈ ഒമേഗ സ്ക്വയറും ഈ ഒമേഗ സ്ക്വയറും ക്യാൻസൽ ആവത്തില്ലേ, ക്യാൻസൽ ആവും. ബാക്കി എന്ത് കിട്ടും, ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 2gh ഡിവൈഡഡ് ബൈ വാട്ട്സ് ദ വാല്യൂ ഓഫ് ഒമേഗ, നമുക്കറിയാം ഒമേഗയുടെ വാല്യൂ 4 pi n by t ആണ് അല്ലേ. സോ ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് 4 pi n by t, ഒമേഗ സ്ക്വയർ അല്ലേ, സോ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡിവൈഡഡ് ബൈ ഈ 1 പ്ലസ് ക്യാപിറ്റൽ n ബൈ സ്മോൾ n. ക്ലിയർ അല്ലേ. വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ ആദ്യം രണ്ടിൽ നിന്ന് എം ഒമേഗ സ്ക്വയർ കോമൺ ആക്കി എടുത്തോണ്ടായിരുന്നു. അവിടുത്തെ ഒമേഗ സ്ക്വയറും താഴത്തെ ഒമേഗ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് ചെയ്തു, ഞാൻ എം അതുപോലെ എഴുതി, 2gh അതുപോലെ എഴുതി, ഒമേഗയ്ക്ക് വേറെ എന്ത് വാല്യൂ എടുത്തു, ഈ പറഞ്ഞ 4 pi n by t വാല്യൂ എടുത്തു. സോ എന്ത് കിട്ടും, 4 pi n by t ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് അതുപോലെ എഴുതി, 1 പ്ലസ് ക്യാപിറ്റൽ n ബൈ സ്മോൾ n. ഓക്കെ അല്ലേ. റബ്ബ് ചെയ്യുക. ഇപ്പൊ എന്ത് കിട്ടി, ഐ ഈസ് ഈക്വൽ ടു എം ഉണ്ടായിരുന്നു ഇൻറ്റു ഈ 2gh അല്ലേ, ദാറ്റ് ഈസ് എം 2gh. ഇനി ഇവിടെ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ 4 പൈ എന്നുള്ളത് 16 പൈ സ്ക്വയർ n സ്ക്വയർ ഡിവൈഡ് ബൈ ടി സ്ക്വയർ എന്നാവും. ഈ ടി അല്ലേ, ഇവിടെ നോക്കാം, ഇവിടെ ഉണ്ടായിരുന്നത് എന്താ, ഞാൻ ഇവിടെ കുറച്ച് നീക്കി ഇവിടെ എഴുതുവാണേ, ഈ സൈഡിൽ എഴുതുവാണേ. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്, 4 pi n by t ദ ഹോൾ സ്ക്വയർ ആണ്. 4 സ്ക്വയർ എന്താ, 4 സ്ക്വയർ 16 എന്നാവും അല്ലേ. ദാറ്റ് ഈസ് 4 സ്ക്വയറിന്റെ വാല്യൂ 16 ആണ്. ദാറ്റ് ഈസ് 16 പൈന്റെ സ്ക്വയർ പൈ സ്ക്വയർ, ഈ സ്മോൾ എൻ്റെ വാല്യൂ സ്മോൾ n സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്നാവും അല്ലേ.
ഈ ടി സ്ക്വയർ എന്ത് ചെയ്യും, ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. സോ അവിടെ എന്ത് കിട്ടും, ഇവിടെ ആൾറെഡി എം ഉണ്ടായിരുന്നു, ഇനി ഇവിടെ ടി 2 ഉണ്ടായിരുന്നു, ആ 2 ഞാൻ അതുപോലെ എഴുതി, ഒരു ജി ഉണ്ട്, എച്ച് ഉണ്ട്, ഇനി ഡിവൈഡ് ബൈ ടി സ്ക്വയർ മേലെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ആവും. ദാറ്റ് ഈസ് എം 2gh ടി സ്ക്വയർ. ബാക്കി ആരൊക്കെ താഴെ തന്നെ വരും, ഇനി ആരൊക്കെ ഇവിടെ ഉണ്ട്, 16 അവിടെ ഉണ്ട്, 16 പൈ സ്ക്വയർ എൻ സ്ക്വയർ മാത്രം റിമൈനിങ്, മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ക്യാപിറ്റൽ എൻ ബൈ സ്മോൾ എൻ അല്ലേ. ഇതിനെ അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ഫർദർ നിങ്ങൾക്ക് ഇവിടെ ഈ 2-നെയും 16-നെയും ക്യാൻസൽ ചെയ്യാൻ എന്ത് കിട്ടും, താഴെ 8 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു വാട്ട്, എന്ന് കിട്ടും, I is equal to m into GHT the square divided by 8 എന്ന് കിട്ടും, 8 pi square n square minus r square the whole divided by 1 plus capital N by small n. ഇതാണ് എന്തോന്ന്, the moment of inertia of a flywheel about its horizontal axis. Moment of inertia of a flywheel about its horizontal axis. മറക്കൂലല്ലോ. എന്തുകൊണ്ടാണ് ഇതിനെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചെന്നുള്ള ഉത്തരം കിട്ടിയില്ലേ. അത്യാവശ്യം നീളമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ വീഡിയോ 1 ടൈം വാച്ച് ചെയ്ത് ക്ലിയർ ആയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്ത് ഓരോ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി എടുക്കുക. ഇത്രയും മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. എസ്എക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ക്ലിയർ ആക്കി വെച്ചാൽ നിങ്ങൾ ഈ ചാപ്റ്ററിലെ 15 മാർക്ക് നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഇത്രയും ഉറപ്പായിട്ടും പഠിക്കുമെന്ന വിശ്വാസത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ ഈ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും ന്യൂമറിക്കൽസിൻ്റെയും നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് എന്ത് ചെയ്യും, ഞാൻ ആ ചാനലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB ക്ലാസ്സസ്.